തിരുവിതാംകൂറിലെ മൂന്നാമത്തെ ഭരണാധികാരിയായ അവിട്ടം തിരുനാൾ ബാലരാമയെ പറ്റി നോക്കാം. ഏറ്റവും കുറച്ചു കാലം മാത്രം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാകുമ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ AD 1795 തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് കാർത്തിക തിരുനാളാണെങ്കിലും പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാകുമ്പോൾ ബാലരാമവർമ്മയാണ് ഉണ്ടായിരുന്നത്. പിന്നെ 1799 രാജാ കേശവദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കുകയും വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തു. രാജാ കേശവദാസ് ദിവാനായിരുന്നു. അതിനുശേഷം ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുകയും അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വേലുത്തമ്പിദളവയെ ദിവാനായി നിയമിക്കുകയും ചെയ്തു. വേലുത്തമ്പിദളവ ദിവാനാകുമ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് കോളിൻ മെക്കാളെ ആയിരുന്നു. അതുപോലെ തന്നെ വേലുത്തമ്പിദളവയുടെ ജന്മസ്ഥലം തലക്കുളമാണ്. വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്ന മണ്ണടിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് 1809 മാർച്ച് 29 വേലുത്തമ്പിദളവ ജീവത്യാഗം ചെയ്യുന്നത്. ബ്രിട്ടീഷ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് വേലുത്തമ്പിദളവ ജീവത്യാഗം ചെയ്യുന്നത്. അതായത് 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടക്കുന്നു. കുണ്ടറ വിളംബര സമയത്ത് തിരുവിതാംകൂർ റെസിഡന്റ് കോളിൻ മെക്കാളെയായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തെ ചോദ്യം ചെയ്ത് വേലുത്തമ്പി നടത്തിയ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം. ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരുവിതാംകൂർ റെസിഡന്റ് ആയ കോളിൻ മെക്കാളയെ വധിക്കാനായിട്ട് വേലുത്തമ്പിയും പാലിയത്തച്ഛനും കൂടെ ഗൂഢാലോചന ചെയ്തു. എന്നാൽ കോളിൻ മെക്കാളയെ വധിക്കാൻ വേലുത്തമ്പി നിയോഗിച്ചത് സാഹസികനായ തിരുവിതാംകൂർ പടത്തലവനായിരുന്ന ചെമ്പിൽ അരയനെയാണ്. എന്നാൽ കോളിൻ മെക്കാളെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. അങ്ങനെയാണ് വേലുത്തമ്പിദളവ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. കൊല്ലത്തെ ഹജൂർ കച്ചേരി ആരംഭിച്ചത് ഈ തിരുവിതാംകൂർ ദിവാനായിരുന്ന വേലുത്തമ്പിയാണ്. അതുപോലെ തന്നെ കൊല്ലം പട്ടണത്തിന്റെ വികസനത്തിന് കാരണമായി തിരുവിതാംകൂർ ദിവാനും വേലുത്തമ്പിദളവ തന്നെയാണ്. 1809 മാർച്ച് 29 വേലുത്തമ്പിദളവ ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം വേലുത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായത് ഉമ്മണിത്തമ്പിയാണ്. ഈ ഉമ്മണിത്തമ്പിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. തിരുവിതാംകൂറിൽ കാവൽ എന്ന പേരിൽ പോലീസ് സേന ആരംഭിച്ചത് ഈ ദിവാൻ ഉമ്മണിത്തമ്പിയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ബാലരാമപുരത്തെ പട്ടണമാക്കി നെയ്ത്ത് വ്യവസായമാക്കി മാറ്റിയ ദിവാനും ഉമ്മണിത്തമ്പിയാണ്. പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി പ്രവർത്തിച്ച ആദ്യ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഉമ്മണിത്തമ്പി തന്നെയാണ്. ദിവാനും ഉമ്മണിത്തമ്പി തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. ഒരു കാര്യം കൂടി, പാതിരാമണൽ കൃഷിയോഗ്യമാക്കിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിയാണ് എന്ന് ഓർത്തിരിക്കുക. ഉമ്മണിത്തമ്പിയല്ല, വേലുത്തമ്പിയാണ് പാതിരാമണൽ കൃഷിയോഗ്യമാക്കിയ തിരുവിതാംകൂർ ദിവാൻ. ഇത്രയുമാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ പറ്റി പറയാനുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.